നെക്സ്റ്റ് സൽമാൻ റുഷ്ദിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഗുഡ് അഡ്വൈസസ് റെയറർ ദാൻ റൂബീസ്. സോ സൽമാൻ റുഷ്ദി 1947 മുംബൈയിൽ ഇന്ത്യയിൽ ജനിച്ച ആളാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഥറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി കാണും, ഫിക്ഷൻ കാണും, അതുപോലെ തന്നെ മാജിക്കൽ റിയലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു എലിമെൻറ്റും കൂടിയുണ്ട്. മാജിക്കൽ റിയലിസം എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക്കലായിട്ടുള്ള സെറ്റിങ്ങിൽ കുറച്ച് ഫാൻറ്റസിയും കൂടെ ചേർത്തിട്ട് എഴുതും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻ്റ് എന്നുള്ള മൂവി ഉണ്ടല്ലോ, അതിനകത്ത് മമ്മൂട്ടിയുടെ ലൈഫും കാണിക്കുന്നുണ്ട്, പ്ലസ് ആ ഒരു സെയിൻറ്റിനെയും കൂടെ കാണിക്കുന്നുണ്ടല്ലോ. സോ അതാണ് മാജിക്കൽ റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കൂടുതലായിട്ട് വരുന്നത് ഐഡൻറ്റിറ്റി വരുന്നുണ്ട്, പൊളിറ്റിക്സിനെ കുറിച്ച് വരുന്നുണ്ട്, റിലിജനെ കുറിച്ച് വരുന്നുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നതാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. 1981 അത് പബ്ലിഷ് ചെയ്തു. അതിന് ബുക്കർ പ്രൈസ് ഒക്കെ അതിന് കിട്ടി. ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവൽസ് ഓഫ് ദി 20th century എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്നുള്ള വർക്കിനെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്സ്യൽ നോവലാണ്, വർക്കാണ് ദ സെയ്റ്റാനിക് വേഴ്സസ് എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം, ആ ബുക്ക് ബാൻഡാണ് ഒരുപാട് കൺട്രീസിൽ. ആ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരുപാട് ഡെത്ത് ത്രെറ്റ്സ് ഒക്കെ, വധഭീഷണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഒരുപാട് നോവൽസ് ആൻഡ് എസ്സേസ്, ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഗുഡ് അഡ്വൈസസ് റെയറർ ദാൻ റൂബീസ് എന്നുള്ളത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആയിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് എന്നാണ് ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷൻ്റെ പേര്. അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഗുഡ് അഡ്വൈസസ് റെയറർ ദാൻ റൂബീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫ്രീഡം ഒരു തീമായിട്ട് വരുന്നുണ്ട്, ഡിറ്റർമിനേഷൻ തീമായിട്ട് വരുന്നുണ്ട്, പിന്നെ സൊസൈറ്റിയുടെ കുറച്ച് കാര്യങ്ങളും കൂടി തീമായിട്ട് വരുന്നുണ്ട്, സൊസൈറ്റിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഷോർട്ട് സ്റ്റോറിക്കകത്ത്. ഫസ്റ്റ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് മിസ് റഹാന, ഒരു ബ്രിട്ടീഷ് അവർ ഒരു ലാഹോർ എന്നുള്ള സ്ഥലത്ത് ബ്രിട്ടീഷ് കോൺസുലേറ്റിൽ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ചൊവ്വാഴ്ചയാണ് വരുന്നത്. വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയാണ് അവർ ഇവിടെ വരുന്നത്. ആൻഡ് അവിടെ ആ ഒരു കോൺസുലേറ്റിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ ഇത് നല്ല രീതിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര ബിസി ഏരിയ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഒരുപാട് ആളുകൾ ബ്രിട്ടനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി. സോ അവരെല്ലാവരും ഈ ഒരു കോൺസുലേറ്റിൽ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആൻഡ് നല്ല വിവിഡ് ഇമേജറിയാണ് സൽമാൻ റുഷ്ദി യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു എൻവയോൺമെൻറ്റിനെ കാണിക്കാൻ വേണ്ടി. ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അതായത് ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടും ഭയങ്കര ടെൻസ്ഡായിട്ടും ആൻഷ്യസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇതിനകത്ത് വരുന്ന തീം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈഗ്രേഷൻ വരുന്നുണ്ട്, പിന്നെ സൊസൈറ്റിയുടെ ഒരു പ്രഷർ വരുന്നുണ്ട്, സൊസൈറ്റൽ പ്രഷർ. അതായത് ഈ ഫസ്റ്റ് സീനിൽ തന്നെ ആ ഒരു സ്റ്റോറിയുടെ ടോൺ അവിടെ കാണിക്കുകയാണ്. വ്യക്തികളും സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസും തമ്മിലുള്ള ആ ഒരു ടെൻഷനാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ കാണിക്കുന്നത്. ഒരുപാട് പേര് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി ബ്രിട്ടനിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ ഈ ഒരു കോൺസുലേറ്റിൽ വന്നിട്ട്. സോ അവരെല്ലാം വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടി നിൽക്കുവാണ്, വിസ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പം ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയും അവരിങ്ങനെ ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇങ്ങനെ നെർവസ് ആയിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ദെൻ അടുത്ത പാരഗ്രാഫിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ മിസ് റഹാന ഭയങ്കര സ്ട്രൈക്കിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ ഓൺ ലുക്കേഴ്സ്, കാഴ്ചക്കാർക്ക് ഇവരെ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് മെസ്മറൈസ്ഡ് ആയിട്ട് എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇവരുടെ ബ്യൂട്ടി കണ്ടിട്ട്. ആൻഡ് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു ഫിഗറാണ് ഇവർക്ക്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ് ഇവർ. ആ ക്രൗഡ് എന്ന് പറയുന്നത് ഇവർക്ക് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അതായത് ക്രൗഡ് ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഓരോരുത്തരും അവരവരുടെ വെപ്രാളപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ ഇവർ മാത്രം ഭയങ്കര കാമായിട്ട് നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് വന്ന് അവിടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നറേറ്റർ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ കോൺഫിഡൻ്റ് ആണെന്നും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് അവർ വന്ന് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഇതിനകത്ത് പറയുന്നത് അവരുടെ ആ ഒരു ബ്യൂട്ടി, അതായത് ആ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുന്നു. ആ സമയത്താണ് ഇവർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു അപ്പിയറൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദെൻ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഫ്രോഡ്സ്റ്റർ, അതായത് അവിടെ വേറൊരു ക്യാരക്ടറിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് മിസ് റഹാനയുടെ അടുത്ത്. മുഹമ്മദ് അലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രോഡ്സ്റ്ററാണ്, അയാൾ ഒരു ഫ്രോഡാണ്. അയാൾ അഡ്വൈസറായിട്ട് മിസ് റഹാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. അവർക്ക് ഹെൽപ്പ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുവാണ്. അയാൾ പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു ഫ്രോഡാണ്. അയാൾ പരിചയപ്പെടുത്തുന്നത് അഡ്വൈസർ എന്നുള്ള രീതിയിലാണ്. അതായത് വിസ അപ്രൂവലിന് വേണ്ടിയുള്ള ഗൈഡൻസ് അയാൾ കൊടുക്കാം,
എന്നും പറഞ്ഞിട്ട് അയാളിങ്ങനെ ഫ്രോഡ് പരിപാടിയായിട്ട് ഇയാളിങ്ങനെ നിൽക്കുവാണ്. ആൻഡ് ഇയാൾ എന്ത് ചെയ്തു, ഇവരുടെ അടുത്തോട്ട് വരുവാണ് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ മുഹമ്മദ് അലിയുടെ ക്യാരക്ടറാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സൊസൈറ്റിയിലെ തന്നെ ഇങ്ങനെ ഫ്രോഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണിത്. ആൻഡ് അതുപോലെ തന്നെ ഈ മൈഗ്രേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുടെ ഡ്രീംസിനെ എന്താ പറയുക, ഒരു കച്ചവടത്തിനായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ മുഹമ്മദ് അലി. അപ്പോൾ ഇയാളുടെ ഈ ഓഫർ കേട്ടിട്ട് നമ്മുടെ റഹാന എന്ത് ചെയ്യുന്നുണ്ട്, അത് റിഫ്യൂസ് ചെയ്യുന്നുണ്ട് പൊളൈറ്റായിട്ട്. പക്ഷേ അവരുടെ ആ ഒരു റിഫ്യൂസൽ ഇയാളെ വളരെയധികം സർപ്രൈസ് ആക്കി. അവർ റിഫ്യൂസ് ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ മുഹമ്മദ് അലിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി മാറി. കാരണം മോസ്റ്റ് പീപ്പിൾ എന്താണ്, അയാളുടെ അഡ്വൈസ് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ പിന്നെ അവർ നല്ല ഫേമായിട്ട് എന്ത് ചെയ്തു, അയാളുടെ ആ ഒരു ഓഫർ, അതായത് അഡ്വൈസ് തരാം, ഗൈഡൻസ് തരാം എന്നുള്ള ഓഫർ പതുക്കെ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. സോ ഇതൊരു പിവോട്ടൽ മൊമെൻ്റാണ് ഈ ഒരു ഇതിനകത്ത്. കാരണം മിസ് റഹാനയുടെ ക്യാരക്ടറാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മിസ് റഹാന എന്ന് പറയുന്നത് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഇയാളുടെ ഈ ഒരു ഫ്രോഡ് ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. ദെൻ അടുത്തതിനകത്ത് പിന്നെ വരുന്ന സ്റ്റോറി എന്ന് പറയുന്നത്, മുഹമ്മദ് അലി എന്ത് ചെയ്യുകയാണ്, അവരുടെ അടുത്ത് എന്തുകൊണ്ട് പിന്നെ ഈ ഗൈഡൻസ് വേണ്ട എന്നുള്ളതിൻ്റെ റീസൺസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹി ലേൺസ് ദാറ്റ് എന്താണ്, ഷീ ഈസ് അറ്റൻഡിങ് ദ ഇൻ്റർവ്യൂ നോട്ട് ഔട്ട് ഓഫ് ഡെസ്പിറേഷൻ, പക്ഷേ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി എന്താണ്, അതായത് അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൾ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടനിലോട്ട് പോകുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി മാത്രമാണ് അവർ ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിന് വന്നത് പോലും. അപ്പം ഇയാൾക്ക് മനസ്സിലായി അവർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, ജസ്റ്റ് ഒരു ഡ്യൂട്ടി കടമ തീർക്കാൻ വേണ്ടി മാത്രമാണ് അവരിവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ പറയുന്ന ഡ്യൂട്ടിയും പേഴ്സണൽ ഫ്രീഡവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് മിസ് റഹാനയുടെ മൈൻഡിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ അറേഞ്ച്ഡ് മാരേജിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അവിടെ പോയി കാണുക, മീറ്റ് ചെയ്യുക. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ മിസ് റഹാന ഇവിടെ ചെയ്യുന്നത്. ദെൻ മിസ് റഹാന കൺഫേസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഷീ ഡസൻ വോണ്ട് എ വിസ ടു ബി അപ്രൂവ്ഡ്. വിസ അവർക്ക് അപ്രൂവ് ചെയ്യണ്ട, അതുകൊണ്ടാണ് അവരിങ്ങനെ ഗൈഡൻസ് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുന്നത്. ആൻഡ് ഷീ ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ മാരിയിങ് എ സ്ട്രേഞ്ച് മാൻ. അതായത് ലാഹോറിലെ ലൈഫ് വിട്ടിട്ട് അവൾക്ക് ആ വെളിയിൽ പോയി ഇയാളെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. ആൻഡ് ഭയങ്കര ഓണസ്റ്റായിട്ട് ഇവരിതെല്ലാം വ്യക്തമായിട്ട് പറയുവാണ്. ഓക്കെ, പക്ഷേ എന്നാലും എന്താണ്, അവർ ഭയങ്കര കണ്ടന്റഡ് ആയിട്ടുള്ള ലൈഫാണ് അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ജസ്റ്റ് അവർക്ക് ഷീ കുഡിൻ സ്റ്റാൻഡ് മാരിയിങ് എ മാൻ ആൻഡ് ലീവ് എന്താണ് പിന്നെ ലാഹോർ. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് വിസ അപ്രൂവ്ഡ് ആവണ്ട എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രെങ്ത് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് നേച്ചറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് സ്ത്രീകൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു നിൽക്കുവാണ് ഇവർ. അതിനകത്ത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം, ഈ ഒരു വിസ പ്രോസസ്സിൽ നിന്ന് ഇവർക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കണം. ഓക്കെ, ദെൻ മൂഡ് ബൈ മിസ് റഹാന സിൻസിയറിറ്റി, മുഹമ്മദ് അലി എന്ത് ചെയ്യുവാണ്, പിന്നെ അവരെ എന്തായാലും ജെന്യൂനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് മുഹമ്മദ് അലിക്ക് ഭയങ്കരമായിട്ട് തോന്നുകയാണ്. ഹൗവർ അവരെന്താണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ അസിസ്റ്റൻസ് വേണ്ട എന്ന് തുറന്ന് പറയുവാണ്. അപ്പോൾ ഇവിടെ മുഹമ്മദ് അലിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഹാപ്പൻ ചെയ്യുന്നത്. അതായത് മിസ് റഹാനയുടെ ആ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു റിയൽ ക്യാരക്ടർ മനസ്സിലായപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ആ ഫ്രോഡ് അയാളുടെ ആ ഒരു മെത്തേഡൊക്കെ മാറ്റി വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യുകയാണ്, അവരെ ജെനുവിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്യുകയാണ്. സോ അവരുടെ ആ ഒരു ഒതൻറ്റിസിറ്റി ഇയാളുടെ മേലിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇയാൾ പെട്ടെന്ന് ആ കള്ളത്തരമെല്ലാം മാറ്റി വെച്ചിട്ട് ഒറിജിനലി ഇവരെ സഹായിക്കാൻ വേണ്ടി ഇയാൾ നിന്നത്. അപ്പം മിസ് റഹാന എന്ത് ചെയ്യാണ്, ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. ആൻഡ് മുഹമ്മദ് അലി വാച്ചസ് ഹർ. അപ്പോൾ ഭയങ്കര അഡ്മിറേഷനോട് കൂടിയും ഭയങ്കര സാഡായിട്ട് മുഹമ്മദ് അലി ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ സ്മൈൽസ് ബാക്ക് അറ്റും. അപ്പം ആ ഒരു സ്മൈല് എന്താണ്, അവരുടെ ആ ഒരു ഹോപ്പ് അയാൾക്കത് കാണാൻ സാധിച്ചു. അപ്പോൾ സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ്. അവരവിടെ പോയി മിസ്സസ് റാനയ്ക്ക് ഇതെന്താണ് വിസ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും കാണിക്കുന്നില്ല, അവർ ആ ഇൻ്റർവ്യൂ റൂമിലോട്ട് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. സോ ഇതിനകത്ത് വരുന്ന തീംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡവും സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസും, അതായത് ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡവും സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസും എന്താണ്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്ന സൊസൈറ്റിയിൽ പ്രഷർ കൊണ്ടാണ്, കല്യാണം കഴിക്കുന്നതാണെങ്കിലും കുട്ടികളുണ്ടാവുന്നതാണെന്നുണ്ടെങ്കിലും എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സൊസൈറ്റി ആളുകൾ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യവും ആ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. മിസ് റഹാന എന്ത് ചെയ്യാണ്, ആ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാൻ നോക്കുന്നൊരു വ്യക്തിയാണ്. ദെൻ പിന്നെ ഇതിനകത്ത് വരുന്ന അടുത്ത തീം എന്ന് പറയുന്നത് ഒതൻറ്റിസിറ്റി, അതായത് ഓണസ്റ്റിയും സെൽഫ് ഡിറ്റർമിനേഷനുമാണ്. മിസ് റഹാന വളരെ ഓണസ്റ്റ് ആണ്, എക്സ്റ്റേണൽ പ്രഷറിലൊന്നും കൺഫേം ചെയ്യാതെ അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ ഷീ ഈസ് ആക്ച്വലി സ്റ്റേയിങ് ട്രൂ ടു വൺ സെൽഫ് അല്ലേ.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ഡൈനാമിക്സ് ആണ്. പവർ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പ്ലോയിറ്റേഷനും മാനിപ്പുലേഷനും അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദ് അലി എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷനെ അല്ലെങ്കിൽ മാനിപ്പുലേഷനെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ലാസ്റ്റ് മിസ് റഹാനയാണ് ഇവിടെ ജയിക്കുന്നത് അല്ലേ. പിന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറി എവിടെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? അത് ബ്രിട്ടീഷ് കോൺസുലേറ്റ് ഇൻ ലാഹോറിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടനിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് ബെറ്റർ ലൈഫിന് വേണ്ടി. മിസ് റഹാന എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ചോദിക്കാം. ബ്യൂട്ടിഫുൾ, ഗ്രേസ്ഫുൾ ആൻഡ് കാം. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ അവർക്ക് ചുറ്റിനുമുള്ളവരെല്ലാം ഭയങ്കര നെർവസ് ആയിട്ട് നിൽക്കുവാണ്. സോ അവരുടെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആരാണ് മുഹമ്മദ് അലി, അയാളുടെ അപ്രോച്ച് എന്താണെന്ന് ചോദിക്കാം. പിന്നെ അവരുടെ റെസ്പോൺസ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് വിസ അപ്രൂവ് ചെയ്യേണ്ടാത്തത്? കാരണം ബിക്കോസ് ഷീ ഡസൻ വോണ്ട് ടു മാരി ദ മാൻ ഓർ ലീവ് ഹർ ലൈഫ് ഇൻ ലാഹോർ. ഓക്കെ, അതുകൊണ്ടായിരുന്നു. പിന്നെ കറണ്ട് ലൈഫ് എങ്ങനെയാണ്? വളരെ കണ്ടന്റഡ് ആൻഡ് ഹാപ്പി കറണ്ട് ലൈഫാണ് അവർക്കിപ്പോൾ ഉള്ളത്. സോ അങ്ങനെ ഹൗ ഡസ് എ സ്റ്റോറി എന്തെന്ന് ചോദിക്കാം. ഇൻ്റർവ്യൂവിന് പോവുകയാണ്, സ്മൈൽ ചെയ്തുകൊണ്ട് പോവുകയാണ്. അയാളുടെ മുകളിലൊരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഇവർക്ക് നൽകാൻ സാധിച്ചു. പിന്നെ തീം എന്താണെന്ന് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. മിസ് റഹാന എന്ന് പറയുന്നത് വളരെ ഓതൻറ്റിക് ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് ഷീ ലൈക്സ് ടു മേക്ക് ഹെർ ഓൺ ചോയ്സസ്. ഓക്കെ, പിന്നെ എന്ത് ലെസൺ ആണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ ട്രൂ ടു വൺ സെൽഫ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ ഫ്രീഡം ആണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇതിനകത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ ഓണസ്റ്റായിട്ട് നിൽക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആൻഡ് ദെൻ അനദർ തിങ് എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയുടെ പ്രഷറിനെക്കാട്ടിലും ഏറ്റവും വലുത് നമ്മുടെ ഫ്രീഡമാണ്. അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്.